ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഉപ്പാൻ്റെ റെസിപ്പിയാണ്. ഉപ്പ റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ഉപ്പാൻ്റെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ റെസിപ്പിനെ ഇട്ട് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും മെനക്കെടൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. സാധാരണ നമ്മൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത് ബീഫും അതേപോലെ തന്നെ മട്ടനൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ ഞാൻ ഇന്ന് ചിക്കൻ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ട് വേണമെങ്കിൽ ഈ സെയിം രീതിക്ക് തന്നെ ചെയ്തെടുത്താൽ മതി. ചിക്കനിലാണെങ്കിലും അടിപൊളി തന്നെയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ വലിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഓയിൽ എടുക്കാം, പക്ഷേ വെളിച്ചെണ്ണയാണ് കൂടുതൽ നല്ലത്. ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 പീസ് പട്ടയും ഒരു 4-5 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളി ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ജീരകപ്പൊടി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ജീരകം ചേർക്കേണ്ട. അവസാനം മസാലപ്പൊടി ചേർക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതൊന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മറ്റേതൊക്കെ കരിയാതെ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കണം. അപ്പോൾ കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് 2 സവാള ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള 2 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബിരിയാണിക്ക് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളി ഒട്ടും കടിക്കാൻ പാടില്ല. നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം മസാല വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ കേരളത്തിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും ഉള്ളതാണ് ഇറച്ചിച്ചോറ്. പക്ഷേ ഉണ്ടാക്കുന്ന ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക്, അതേപോലെ തന്നെ ഒരു 5-8 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ്. അപ്പോൾ എരിവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. ഇതിൽ നമ്മൾ ചേർക്കുന്ന എല്ലാം വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ, കാരണം ഒരുപാട് മസാലേൻ്റെ ആ ഒരു ടേസ്റ്റ് ഇതിന് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നന്നായിട്ട് പച്ചമണം മാറിയതിന് ശേഷം ഇതിനകത്തോട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അതേ തക്കാളിയൊക്കെ ഉടഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമ്മൾ വലിയ ജീരകം പെരുംജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ജീരകം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു മാഗി ചിക്കൻ ക്യൂബാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒന്നാണ്. നമ്മൾ സാധാരണ മന്തിയിലും കബ്സയിലൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരെണ്ണം ഇതിനകത്തോട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ റൈസിന് കൊടുക്കുന്നത്. അപ്പോൾ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചേർക്കാൻ നോക്കുക. അപ്പോൾ സാധാരണ ഇങ്ങനെ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ മസാല എല്ലാം കൂടി പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ അങ്ങനെ പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഒരു ഏകദേശം 2 കപ്പ് അരിക്കുള്ള മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒരു 1/2 കിലോൻ്റെ അടുത്ത് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസായിട്ടോ ചെറിയ പീസായിട്ടോ ഒക്കെ കട്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് വലിയ പീസ് അല്ലാതെയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു പിടി മല്ലിയില ചേർത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ മസാലയിൽ തന്നെയാണ് ചോറും ഒക്കെ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ റൈസിന്. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 കപ്പാണ് കേട്ടോ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി ഒരു 20 മിനിറ്റ് ഒന്ന് കുതിർത്തി വെക്കണം. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്തി വെക്കണം. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ ഒന്ന് കുതിർത്തി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ചോറിനുള്ള ഉപ്പും കൂടെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ വെള്ളത്തിൽ ഉപ്പ് നല്ലോണം കൂടുതലായിട്ട് വേണം, അല്ലാതെ നോർമലായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറിൽ ഉപ്പ് പിടിക്കില്ല. അപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം ഫ്ലെയിം.
എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ചിക്കൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. ബാക്കി ചോറിലിരുന്നിട്ട് വേണം വേവാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുതിർത്തി വെച്ചിട്ടില്ല അരി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ സാധാരണ നമ്മൾ മലബാറിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത്. ജീരകശാലയോ കൈമ റൈസോ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ചെറിയ അരി തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. ചോറും അരിയൊക്കെ ഏകദേശം ഒരേ ലെവൽ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുത്താൽ മതി. അതും അടച്ച് വെക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ ഇതേ ചോറും വെള്ളമൊക്കെ ഏകദേശം ഒരേ ലെവലിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചെറിയ അരി ആയതുകൊണ്ട് തന്നെ ഒരുപാടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും. അപ്പോൾ ഒരുപാട് നേരം മിക്സ് ചെയ്യേണ്ട. ജസ്റ്റ് ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും അതിലെ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പരുവമായിട്ടുണ്ടാവും. അപ്പോഴും വെള്ളം ഉണ്ടാവും, എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേപോലെ ചോറൊന്ന് മേലെ നിന്ന് ഒന്ന് ലോക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. കാരണം കുറച്ച് വെള്ളം ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു 3-4 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒന്ന് വെക്കാം. നമ്മൾ 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അപ്പം തന്നെ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ അത് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം. ഇപ്പം നമ്മുടെ റൈസും ചിക്കനും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരി ഒന്ന് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇത് ചൂടാറുന്ന സമയത്ത് ഇത്രയും കൂടി അങ്ങോട്ട് ഡ്രൈ ആവും. അപ്പോഴാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. നമ്മൾ വിളമ്പുമ്പോഴേക്കും നല്ല അടിപൊളിയാവും. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങളൊക്കെ വേറെ രീതിക്കായിരിക്കും ഇറച്ചിച്ചോറ് ഉണ്ടാക്കാറുണ്ടാവുക. കാരണം ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പിലാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഇതിൻ്റെ കൂടെ നമുക്ക് കച്ചമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും തൈര് ചട്നിയോ ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ സെർവ് ചെയ്യാം. ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഈ ചോറ് ആ മസാലയിലിട്ട് വേവിച്ചുകൊണ്ട് തന്നെ ചുമ്മാ അത് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ബിരിയാണി പോലെയല്ല, അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്യുക. പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്ക് പറയാം. അതുപോലെ നിങ്ങൾ ചിക്കൻ്റെ പകരം ബീഫാണ് ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ ബീഫ് വേവിച്ചിട്ട് ചേർക്കുക, അല്ലെങ്കിൽ നമ്മൾ മസാലയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ബീഫ് ചേർത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിൽ വിസിലിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അതിനുശേഷം നമ്മൾ വെള്ളം നോക്കി അളന്നിട്ട് ചേർത്ത് കൊടുത്താൽ മതി. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ 3 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.